നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരാൻ ഇനി മണിക്കൂറുകളേ ഉള്ളൂ. ഇവിടെ ഉണ്ടാകുന്ന അടിയൊഴുക്കുകൾ, അവിടെ ഉണ്ടായ സംഭവവികാസങ്ങൾ, ഇത് മൊത്തം അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഇടതുമുന്നണിക്കാണോ UDFനാണോ അനുകൂല തരംഗമെന്ന് ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിനകത്തൊരു പ്രധാന ഘടകം എന്ന് പറയുന്നത് PV അൻവറ. ഇടതുമുന്നണിക്ക് ഇത്ര വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയം ഉറപ്പാണെന്ന് അവർ കണക്കൂട്ടി പറയുന്നു. UDF ഇത്ര വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് അവർ പറയുന്നു. അൻവറും ജയിക്കുന്നു, അൻവറിനെ അനുകൂലിക്കുന്നവർ പറയുന്നു. സത്യത്തിൽ ഈ പറയുന്ന പ്രവചനാതീതമായ ഒരു മുന്നേറ്റം അതാര് നടത്തുന്നതായിരിക്കും? നമ്മളിപ്പോൾ പിണറായി സർക്കാരിൻ്റെ രണ്ടാം ഊഴകാലം നമ്മൾ നിരവധി ഉപതെരഞ്ഞെടുപ്പുകൾ കണ്ടു. തൃക്കാക്കര, പുതുപ്പള്ളി, പാലക്കാട്, ചേലക്കര, അവസാനം നിലമ്പൂർ. ഈ 5 ഉപതെരഞ്ഞെടുപ്പുകളിൽ 4 സ്വഭാവം ഏതാണ്ട് ഒരേപോലെയായിരുന്നു. പക്ഷേ 5ാമത്തെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സ്വഭാവത്തിന് വളരെയധികം വ്യത്യാസമുണ്ട്. ആ വളരെയധികം വ്യത്യാസം വരുത്തുന്നത് ആരെന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായിട്ട് ഉത്തരവുള്ള ഈ ഉപതെരഞ്ഞെടുപ്പിനെ സൃഷ്ടിച്ച PV അൻവർ എന്ന് പറയുന്ന പ്രതിഭാസമാണ് യഥാർത്ഥത്തിൽ ഈ തിരഞ്ഞെടുപ്പിനെ പ്രവചനാതീതമാക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന കണക്കുകളെല്ലാം പരിശോധിക്കുന്ന സമയത്ത് UDFന് ഒരു കണക്കുണ്ട്, LDFന് ഒരു കണക്കുണ്ട്. ഇതെല്ലാം അവരുടെ ബൂത്ത് തല പ്രവർത്തകർ ശരിക്കും സ്വാംശീകരിച്ച് കൊണ്ടുവന്ന കണക്കുകളാണ്. ഇപ്പോൾ പഴയ കാലത്തൊക്കെ CPMൻ്റെ വോട്ടുകൾ അവർ കാൽക്കുലേറ്റ് ചെയ്താൽ അത്ര കാര്യമായിട്ടും തെറ്റാറില്ലായിരുന്നു. UDF അങ്ങനെയൊന്നും സമഗ്രമായിട്ടുള്ള ഒരു പഠനമോ അതേപോലെ തന്നെ കണക്കവതരണമോ ഒന്നും നടത്താറില്ല. പക്ഷെ അവർക്ക് അതിൻ്റെ ഒരു സെൻസ് ഫീൽ ചെയ്യും. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറയും ഞങ്ങൾ ജയിക്കും, ഞങ്ങൾ ഇത്ര വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിക്കും എന്നൊക്കെ പറയും. അപ്പോൾ ഒരു സ്ഥലത്ത്, അതായത് UDFൻ്റെ ഭാഗത്ത് എപ്പോഴും അവരുടെ ഈ സെൻസ് പൾസേഷനാണ് അവരുടെ വോട്ടിനെ കുറിച്ചുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നത് എങ്കിൽ LDFൻ്റെ കാര്യത്തിൽ ബൂത്ത് തല അനാലിസിസ്, അന്വേഷണങ്ങൾ, പരിശോധന, കൃത്യമായിട്ടുള്ള കണക്കുകളൊക്കെ തന്നെയാണ്. ഈ കണക്കുകൾ തെറ്റുന്ന തലത്തിലേക്ക് ഈ അടുത്ത കാലത്തായിട്ടുള്ള രാഷ്ട്രീയ മാറ്റങ്ങളും അതേപോലെ തന്നെ രാഷ്ട്രീയ സ്വഭാവവും വന്നിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. കാരണം പഴയതുപോലെ ആളുകൾ കൃത്യമായിട്ട് തിരിച്ചറിയാൻ ഇന്ന് രാഷ്ട്രീയ പ്രവർത്തകർക്ക് കഴിയുന്നില്ല. 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഒരാൾ തൻ്റെ രാഷ്ട്രീയ സ്വത്വം എന്താണ് എന്ന് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അയാൾ എല്ലാവരോടും ഒരേപോലെ സൗഹൃദത്തിൽ പെരുമാറും. അപ്പോൾ അയാൾ ആർക്കാണ് വോട്ട് ചെയ്യണമെന്ന് അറിയാനായിട്ട് സാധാരണ രീതിയിൽ ബുദ്ധിമുട്ടാണ്. എന്നാൽ പഴയ കാലത്ത് വളരെ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടും രാഷ്ട്രീയ പാർട്ടിയും ഒക്കെ ഓരോ വ്യക്തികൾക്കുണ്ടായിരുന്നു. അതവർ കൃത്യമായിട്ട് അങ്ങനെ പറയും. കുറച്ച് ആളുകൾ മാത്രമാണ് പ്രവചിക്കാൻ പറ്റാത്ത തരത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നവർ. പക്ഷേ അവരെയും അക്കാലത്തുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്ക് കൃത്യമായിട്ട് അവരുടെ ഉള്ളു പരിശോധിച്ച് വിലയിരുത്താൻ കഴിയുമായിരുന്നു. ഇന്ന് അതിൻ്റെ സാധ്യത കുറഞ്ഞിരിക്കാൻ. അതുകൊണ്ട് ഈ കണക്കുകളൊന്നും നമുക്ക് അങ്ങനെ കൃത്യമായിട്ട് ശരിയാണ് എന്ന് വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിൽ കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കാൻ കണക്കുകൾ തെറ്റാം എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ശരിക്കും പറഞ്ഞാലും ഈ സ്വരാജ് അതിൻ്റെ 1500-2000 വോട്ടിന് ജയിക്കും. UDF സ്ഥാനത്ത് 5000 മുതൽ 10000 വോട്ടിന് ജയിക്കും. ഇതാണ് അവരുടെ കണക്കൂട്ടൽ. ഇവിടെ അൻവർ എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചാണ് ഇരു മുന്നണികളുടെയും വോട്ടുകളുടെ ഒരു വിഭജനം ഉണ്ടാകുന്നത്. ഇപ്പം LDF വിജയിക്കുകയാണെങ്കിൽ അത് അൻവർ പിടിച്ച വോട്ടുമുണ്ട്, UDF വിജയിക്കുകയാണെങ്കിൽ അത് അൻവർ പിടിച്ച വോട്ടുമുണ്ട്. അങ്ങനെയാണെങ്കിൽ UDFൻ്റെ പരാജയം എന്ന് പറയുന്നത് കോൺഗ്രസ്സിലെ ചില മുതിർന്ന നേതാക്കളുടെ തല ഉരുളാൻ വരെ കാരണമായേക്കാം. LDFനെ സംബന്ധിച്ചിടത്തോളം അൻവർ അവർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു എന്ന് പിന്നീട് വ്യാഖ്യാനിക്കപ്പെട്ടേക്കാം. അങ്ങനെയൊക്കെ സംഭവിച്ചാൽ പിന്നീട് അൻവർ ഇനി എവിടെ പോകും? അപ്പോൾ അൻവർ BJPയിലേക്ക് പോകുമോ? എന്താണ് ഇവിടെ സംഭവിക്കുക? അല്ല, അൻവർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സമയത്ത് അൻവർ ഹീറോ ആയിരുന്നില്ല. കാരണം പിണറായിസത്തിനെതിരെ, പിണറായിസം എന്ന് പറയുന്നത് CPMൻ്റെ ക്യാൻസർ ആണെന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ്. എന്താണ് പിണറായിസം എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നില്ല എങ്കിൽ പോലും പിണറായിയുടെ ഏകാധിപത്യ സ്വഭാവവും അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിരുദ്ധ നിലപാടും എന്ന് ഒക്കെയാണ് അൻവർ പറയുന്നത്. ഈ അൻവർ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിരുദ്ധ നിലപാട് എന്നൊക്കെ അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ ആരാണ് അൻവർ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അയാൾക്ക് കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയുമായിട്ടുള്ള ബന്ധം പരിശോധിച്ചാൽ അൻവറിന് വളരെ കുറവാണത് എന്ന് നമുക്കറിയാം. അൻവർ ആത്യന്തികമായിട്ടുള്ള ഒരു കച്ചവടക്കാരനാണ്. ആ കച്ചവട സാധ്യതകളെ എങ്ങനെയാണ് തൻ്റെ രാഷ്ട്രീയം കൊണ്ട് വികസിപ്പിക്കാനായിട്ട് കഴിയുക എന്ന അന്വേഷണമാണ് പൊതുവെ അദ്ദേഹം എക്കാലത്ത് നടത്തിയിട്ടുള്ളത്. പക്ഷേ അദ്ദേഹം ഇടതുമുന്നണിയുമായിട്ട് തെറ്റിപ്പിരികയും പിണറായി വിജയനെതിരെ ശക്തമായിട്ടുള്ള നിലപാടെടുക്കുകയും ചെയ്തു. അതിക്കും അദ്ദേഹം പറഞ്ഞ പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ തൻ്റെ പൊതുതുല്യനായിട്ടുള്ള വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞ ഘട്ടങ്ങളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എന്തായാലും അവർ തമ്മിലുള്ള ഉടക്കിൻ്റെ ഒരു ഫലശ്രുതി എന്ന നിലക്കാണ് ഈ തിരഞ്ഞെടുപ്പ് വരുന്നത്.
അപ്പോൾ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അൻവർ അങ്ങനെ തെറ്റിക്കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ അൻവർ UDF-നൊപ്പമാണ് ചേരുന്നതെങ്കിൽ വളരെ എളുപ്പത്തിൽ UDF ജയിക്കും. ഇതാണ് വളരെ സിമ്പിൾ ഇക്വേഷൻ അതായിരുന്നു. പക്ഷെ അതെല്ലാം പൊളിഞ്ഞു പോയി. കാരണം എന്ന് വെച്ചാൽ അൻവറിനെ ഹാൻഡിൽ ചെയ്യുന്നതിൽ യഥാർത്ഥത്തിൽ UDF നേതൃത്വം പരാജയപ്പെട്ടു. അപ്പോൾ പല ആൾക്കാരും ചോദിക്കും, ഇവനെയൊക്കെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? കാരണം എന്താണ്, ഇന്ന് പറഞ്ഞത് നാളെ പറയില്ല, നാളെ പറയുന്നത് മറ്റന്നാൾ പറയില്ല. അതിന് മാത്രമല്ല, എനിക്ക് ആഭ്യന്തര വകുപ്പ് വേണം, പിന്നെ എനിക്ക് 2-3 MLA-മാരെ ജയിപ്പിക്കും. ഇങ്ങനെയൊക്കെയുള്ള വലിയ അവകാശവാദമായിട്ട് നടക്കുന്ന ഇവനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? ഏത് അവകാശവാദവുമായി നടക്കുന്ന വ്യക്തിയെയും രാഷ്ട്രീയമായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാം. അതാണല്ലോ രാഷ്ട്രീയത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റി. അതിൽ പക്ഷേ UDF പരാജയപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഇലക്ഷൻ വളരെ ശക്തമായ രീതിയിൽ, തീവ്രമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോയി. ഇലക്ഷൻ കഴിഞ്ഞു. ഇപ്പോൾ എല്ലാ ആളുകളും അതിൻ്റെ കണക്ക് കൂട്ടിയിരുന്ന് കാലം കഴിക്കുന്ന സമയമാണ്. ഇതൊന്നും ഒഴിവാക്കാൻ പറ്റില്ല. കാരണം മനുഷ്യൻ്റെ ഒരു സഹജമായ സ്വഭാവമാണ് അത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. അല്ല, അതൊക്കെ ശരിയാണ്. എങ്കിൽ പോലും മനുഷ്യനിപ്പോൾ നമ്മളിപ്പോൾ 2 ദിവസത്തേക്ക് ഇരുന്നാണല്ലോ ഈ ചർച്ച ചെയ്യുന്നത്. അതെ. കാരണം വെച്ചാൽ 21-ാം തീയതി റിസൾട്ട് വരും. അപ്പോൾ ആരാണ് ജയിക്കുക എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയാം. നമുക്ക് സത്യത്തിൽ അറിയാം ഇത് വെറുതെ അർത്ഥശൂന്യമായിട്ടുള്ള ഒന്നാണ് എന്ന്. എങ്കിലും നമ്മളിരുന്ന് ചർച്ച ചെയ്യും. നമ്മളെന്ന് പറഞ്ഞാൽ പൊതുവെ എല്ലാവരും മനുഷ്യൻ്റെ സ്വഭാവമാണ്. എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്, അതിൻ്റെ ഒരു ആകാംക്ഷയാണ്. ആ ആകാംക്ഷ എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും മനോനിലയ്ക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഈ UDF-കാരനാണെങ്കിൽ അവൻ്റെ ആഗ്രഹം UDF ജയിക്കണമെന്നാണ്. LDF-കാരനാണെന്ന് വെച്ചാൽ LDF ജയിക്കണം എന്നുമാണ്. അൻവറിൻ്റെ പിന്നാലെ നടക്കുന്നതായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അനുയായികൾ, അവരുടെ ആഗ്രഹം അൻവറൊക്കെ ജയിക്കും എന്നുള്ളതാണ്. ഇതൊക്കെ ഈ ആഗ്രഹത്തിനനുസരിച്ച് നമ്മൾ എന്ത് പറയും എന്ന് കേൾക്കാനാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ഈ ഓഡിയൻസ് പോലും ഇരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. അത് മനുഷ്യൻ്റെ സഹജ സ്വഭാവത്തിൻ്റെ ഭാഗം മാത്രമാണ് എന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഒരു സംശയം ചോദിക്കട്ടെ. ഇപ്പൊ തൃക്കാക്കരയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. അതിനുശേഷം പിന്നെ വരുന്നത് പുതുപ്പള്ളിയിലാണ്, പിന്നീട് വരുന്നത് പാലക്കാട്ടാണ്. അതിനുശേഷം വീണ്ടും പാലക്കാട്ട് ഒരു ചേലക്കര വരുന്നു. ഇതിനുശേഷം ഇപ്പൊ നിലമ്പൂർ വരുന്നു. അപ്പൊ ഈ 5 ഉപതെരഞ്ഞെടുപ്പ് എടുത്തു കഴിഞ്ഞാൽ ഒന്നിനൊന്ന് വ്യത്യസ്തമല്ലേ അവിടെ നടന്ന ഘടകങ്ങൾ? അല്ല, അതിൻ്റെ ഇപ്പോൾ ആദ്യത്തെ 2 ഉപതെരഞ്ഞെടുപ്പുകൾ നമുക്ക് പരിശോധിക്കും. ഒന്ന് തൃക്കാക്കരയും മറ്റൊന്ന് പുതുപ്പള്ളിയും. ഈ 2 സ്ഥലത്തും അന്ന് അവിടെ പ്രതിദാനം ചെയ്തിരുന്ന 2 MLA-മാർ മരിച്ചതിൻ്റെ ഫലമായിട്ട് ഉള്ള തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് ആ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരത്തിനോടൊപ്പം തന്നെ ഈ മരിച്ചുപോയ MLA-മാർ അല്ലെങ്കിൽ ആ നേതാക്കൾ, അവരോടുള്ള ഒരു സഹാനുഭൂതി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ആ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്നുവെച്ചാൽ അങ്ങനെയുള്ള ഒരു അനുകമ്പയുടെയും സഹാനുഭൂതിയുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ആ തെരഞ്ഞെടുപ്പ് വളരെ ബൂസ്റ്റപ്പ് ആകുകയും വൻ ഭൂരിപക്ഷത്തിന് UDF ഈ 2 സ്ഥലങ്ങളിൽ ജയിക്കുകയും ചെയ്തു. UDF-ൻ്റെ സീറ്റാണ്. പക്ഷേ വൻ ഭൂരിപക്ഷത്തിന് ജയിച്ച് ഭൂരിപക്ഷം ഇങ്ങനെ വർദ്ധിപ്പിച്ച് ഇടതുപക്ഷ സർക്കാരിന് എതിരെയുള്ള ഭരണവിരുദ്ധ വികാരത്തിൻ്റെ തരംഗമായിട്ട് അത് ചിത്രീകരിക്കപ്പെട്ടു. ശരിയായിരിക്കാം. കാരണം എപ്പോഴും ഈ ഭരണകൂടത്തിനെതിരെ ഉള്ള ഒരു എതിർപ്പ് ജനങ്ങളിൽ പ്രകടമാണ്. കാരണം പലതരത്തിൽ പ്രശ്നങ്ങൾ ഭരണകൂടം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ വികാരം വളരെ ശക്തമായിട്ട് പ്രകടമാക്കപ്പെട്ടൊരു സ്ഥലമായിരുന്നു ഈ 2 സ്ഥലം. ഇനി അടുത്ത 2 തെരഞ്ഞെടുപ്പുകളുടെ സ്വഭാവം വേറെയാണ്. ഇത് ഇങ്ങനെയാണ്. മറ്റ് 2 തെരഞ്ഞെടുപ്പുകൾ എന്ന് പറഞ്ഞാൽ ഈ മുന്നണികൾ സൃഷ്ടിച്ച തെരഞ്ഞെടുപ്പുകളാണ്. പാലക്കാട് എന്ന് പറഞ്ഞാൽ പാലക്കാട് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നതായിട്ടുള്ള MLA ഷാഫി പറമ്പിൽ, അയാൾ രാജിവെച്ച് ലോകസഭയിലേക്ക് മത്സരിക്കാൻ പോയി. ലോകസഭയിലേക്ക് ജയിച്ച് അയാൾ പോയി. അപ്പോൾ അയാളുണ്ടാക്കിയ അല്ലെങ്കിൽ UDF ഉണ്ടാക്കിയ ഒരു ഇടത്തിലാണ് അവിടുത്തെ മത്സരം നടക്കും. ചേലക്കരയിൽ അവിടുത്തെ MLA ആയിരുന്ന രാധാകൃഷ്ണൻ, അദ്ദേഹം മന്ത്രിയുമായിരുന്നു. അദ്ദേഹം ഇതേപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മത്സരിച്ച് ജയിച്ച് അദ്ദേഹം പോയി. അവിടെ അത് LDF നിർമ്മിച്ച ഒന്നായിരുന്നു. ഈ 2 സ്ഥലത്തും യഥാർത്ഥത്തിൽ ജനങ്ങൾ ബോധവാന്മാരാണ് എങ്കിൽ ഇവർക്ക് 2 പേർക്കും എതിരായിട്ട് നല്ല പണി കൊടുക്കേണ്ടതാണ്. കാരണം എന്ന് വെച്ചാൽ ജനങ്ങളുടെ പണമാണ് ഇതിനു വേണ്ടി ദൂർത്തടിക്കപ്പെടുന്നത്. ഒരിക്കലും ഇതിൻ്റെ അകത്ത് എനിക്ക് ചില ആളുകൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടങ്ങളിലൊക്കെ പറഞ്ഞ ഒരു പ്രശ്നമാണ്. ആ പ്രശ്നം ഇതാണ്: ഇങ്ങനെയാണ് ഇവർ ഈ MLA 5 കൊല്ലത്തേക്ക് തിരഞ്ഞെടുക്കുന്ന MLA ഇടയ്ക്ക് രാജിവെച്ച് പോയി കഴിഞ്ഞാൽ പിന്നീട് നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ മുഴുവൻ ചിലവും അവരിൽ നിന്ന് വാങ്ങണം എന്ന് പറഞ്ഞൊരു നിയമം ഉണ്ടാക്കണമെന്നാണ്. അങ്ങനെ നിയമം ഉണ്ടാക്കേണ്ടതാണ്. അവരിൽ നിന്നോ അല്ലെങ്കിൽ അവർ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നോ വാങ്ങേണ്ടതാണ്. അപ്പോൾ അവിടുത്തെ 2ഉം അങ്ങനെ സൃഷ്ടിക്കപ്പെടും. ഈ 5ാമത്തെ തെരഞ്ഞെടുപ്പ്, നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് അൻവർ താൻ പ്രതിനിധാനം ചെയ്യുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് അതിൽ നിന്ന് അദ്ദേഹം രാജിവെക്കുകയാണ് ചെയ്യുന്നത്. അത് പോരാട്ടമാണ് ശരിക്കും പറഞ്ഞിട്ട്. വെറുതെ അയാൾക്ക് വേണമെങ്കിൽ ഇതെല്ലാം പറഞ്ഞിട്ട് മാറി നിൽക്കാം. അങ്ങനെ മാറിയൊന്നുമല്ല. രാജിവെച്ച് വെല്ലുവിളിച്ച് അയാൾ തെരഞ്ഞെടുപ്പ് സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്.
പക്ഷേ അയാൾ പുറത്തിറങ്ങിയതിന് ശേഷം അയാൾ കരുതിയതുപോലെ UDF ഇടം കിട്ടാതെ വന്നപ്പോൾ അയാൾക്ക് വീണ്ടും എന്ത് ചെയ്യേണ്ടതെന്ന് അവരോട് യുദ്ധം ചെയ്യേണ്ടത്. അങ്ങനെ ഒരു വശത്ത് ഇടതുപക്ഷത്തിനോടും മറുവശത്ത് UDFിനോടും യുദ്ധം ചെയ്യുന്നതായിട്ടുള്ള അൻവറിൻ്റെ തിരഞ്ഞെടുപ്പ് മാറിത്തീരുകയും അൻവർ പിടിക്കുന്ന വോട്ട് എത്രയാണോ ആ വോട്ട് തീർച്ചയായിട്ടും ഈ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് വരും. അതുകൊണ്ടാണ് അൻവർ എഫക്റ്റിൻ്റെ അകത്ത് പ്രധാനമായിട്ട് വരുന്നത്. ഇപ്പോൾ ആദ്യം വരുന്നത് LDFിൻ്റെ കണക്കായിരുന്നു. ആ കണക്കിൽ അവർ കൃത്യമായിട്ട് പറഞ്ഞത് 80,231 വോട്ട് സ്വരാജ് നേടും. സ്വരാജിൻ്റെ തൊട്ടടുത്ത സ്ഥാനാർത്ഥി ഷൗക്കത്ത് നേടുന്ന വോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആര്യൻ ഷൗക്കത്ത് നേടുന്ന വോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും 78,595 വോട്ടായിരിക്കും എന്ന് കൃത്യമായിട്ട് ഈ ബൂത്ത് തല കണക്ക് വെച്ച് അവർ പറയുന്നുണ്ട്. അങ്ങനെ സ്വരാജിൻ്റെ ഭൂരിപക്ഷം 1683 എന്ന് പ്രവചിച്ചതാണ്. പക്ഷേ അതിലവർ അതിൻ്റെ ഏറ്റവും വലിയ ദൗർബല്യം എന്ന് പറയുന്നത്, അതിൻ്റെ ഏറ്റവും വലിയ പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത് അവർ അൻവറിന് കൊടുത്ത വോട്ടെന്ന് പറഞ്ഞാൽ 5120 വോട്ടാണ്. അതായിരിക്കില്ല മിക്കവാറും അൻവർ നേടുന്നത്. അതിനേക്കാൾ വളരെ കൂടുതൽ വോട്ട് അൻവർ നേടാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്തേണ്ടി വരുന്നത്. കാരണം ഒറ്റയ്ക്ക് അദ്ദേഹം മത്സരിച്ച ചില സമയങ്ങളിലൊക്കെ 7000 വോട്ട് 7000 വോട്ടുകളൊക്കെ നേടിയ ഒരാളാണ്. അത് കഴിഞ്ഞ് പിന്നീട് അദ്ദേഹം അവിടെ മുഴുവനും ഇളക്കി മറിച്ച് എല്ലാ മുന്നണികളിലും കയറി മാന്തിപ്പറിച്ച് അവിടെ നിന്ന് ആളുകളൊക്കെ കൂട്ടി ഒരു തിരഞ്ഞെടുപ്പിന് മുന്നിൽ നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അതിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടും എന്ന ഒരു വിലയിരുത്തലാണ് നടത്തേണ്ടത്. ആ വിലയിരുത്തൽ നടത്താത്തതിൻ്റെ ഫലമായിട്ട് അൻവറിന് അങ്ങനെ നേടുന്നതായിട്ടുള്ള വോട്ടുകളുടെ അടിയൊഴുക്കുകൾ ഇവരുടെ എല്ലാവരുടെയും കണക്കൂട്ടലുകൾ തെറ്റിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇത് വളരെ പ്രവചനാതീതമായ സ്വഭാവം പുലർത്തുന്ന ഒന്നായിട്ട് മാറിത്തീരുകയും ആളുകളുടെ ആകാംക്ഷ ഓരോ ദിവസവും വർദ്ധിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.